ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് അമൽ. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ മ്യൂസിക് ആമസോൺ, സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക് എന്നീ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അമ്യൂസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് നമ്മൾ മ്യൂസിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ടും ഡിസ്ട്രിബ്യൂഷന് കൊടുക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 15% റോയാലിറ്റി അമ്യൂസിന് കൊടുക്കേണ്ടി വരും. അത് ഏൺ ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഏണിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് സ്പോട്ടിഫൈ ചെയ്യാം, ആപ്പിൾ മ്യൂസിക് ചെയ്യാം, യൂട്യൂബ് മ്യൂസിക് ചെയ്യാൻ പറ്റും, ആമസോൺ മ്യൂസിക് ചെയ്യാൻ പറ്റും, ടൈഡിൽ ചെയ്യാൻ പറ്റും, ഡീസർ, ക്ലാരോ മ്യൂസിക് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, ഷസം. അപ്പോൾ ഇത്രയും പ്ലാറ്റ്ഫോമുകളിലേക്കാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിന് തന്നെ പെയ്ഡ് ആയിട്ടുള്ള സർവീസും ഉണ്ട്. അതായത് ഫ്രീ ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, പ്രോ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് സബ്സ്ക്രിപ്ഷനാണുള്ളത്. ഫ്രീക്കകത്ത് നമുക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പോകാൻ പറ്റും. പക്ഷേ അതിന് ഒരു ഡിലേ ഉണ്ടാവും. അതായത് 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്നുള്ളൊരു കണക്കിൽ ഒരു ഡിലേ ഉണ്ടാവും. അത് ഇവർ പറയുന്ന ടൈമിലായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു സമയത്തേക്ക് വെക്കാൻ പറ്റില്ല. 1 മന്ത് ആണെങ്കിൽ 1 മന്ത് ആകുന്ന ടൈമിൽ, അതായത് 30 ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് അവൈലബിൾ ആകുക. അപ്പോൾ നമ്മളിതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ഡേയ്സ് 14 ഡേയ്സ് എന്നുള്ള കണക്കിൽ ഏറ്റവും കുറഞ്ഞത് 14 ഡേയ്സിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഫ്രീയും പെയ്ഡ് സർവീസും തമ്മിലുള്ള ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിലിപ്പം ഇന്ത്യയിലുള്ള ഇപ്പോൾ ജിയോ സാവൻ, വിങ്ക്, ഗാന അങ്ങനെയുള്ള സൈറ്റിലേക്കൊന്നും ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇവരൊരു സ്വീഡൻ കമ്പനിയാണ്. ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാത്രമേ നമുക്ക് ഈ മ്യൂസിക് എത്തിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടെടുക്കുക. ഞാൻ അമ്യൂസാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 2 months ആയിട്ടുണ്ട്. ഒരു തവണ ഞാൻ ഫ്രീ ആയിട്ടും അപ്ലോഡ് ചെയ്ത് നോക്കിയിരുന്നു. അത് കഴിഞ്ഞാണ് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഒരു റിലീസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അഡീഷണൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ സൗണ്ട് ക്ലൗഡ് ഗോ എന്ന് പറഞ്ഞ പ്രോ വേർഷൻ ഉണ്ട്. അതിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോൾ അത് പ്രോ വേർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ട്വിച്ചിൻ്റെ തന്നെ ഒരു മ്യൂസിക് ഉണ്ട്. എന്താണ് ബൂസ്റ്റും പ്രോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൂസ്റ്റ് വേർഷനിൽ നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ റിലീസ് ചെയ്യാൻ പറ്റും ട്രാക്ക്. അൺലിമിറ്റഡ് ആയിട്ടുള്ള റിലീസ് ചെയ്യാൻ പറ്റും. അല്ല, ഫ്രീ വേർഷനിൽ നമുക്ക് 4 ആഴ്ചക്കുള്ളിൽ ഒരു ട്രാക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. 12 ട്രാക്ക് നമുക്ക് ഒരു കൊല്ലം ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ. അതും ഒരു മാസം കൊണ്ടേ ഒരു ട്രാക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുള്ളൂ. പിന്നെ അതിൻ്റെ 100% റോയാലിറ്റീസ് നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷേ അതിൻ്റെ റോയാലിറ്റി സ്പ്ലിറ്റിൽ ഒരു 15% ഫ്രീ വേർഷനിൽ നമ്മൾ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ മതി. അതുപോലെ ബൂസ്റ്റ് വേർഷനിലാണെങ്കിൽ നമ്മൾ ഒരു പേയ്മെൻ്റ് ഉണ്ട്. 1500 സംതിങ് ആണ് അതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സബ്സ്ക്രിപ്ഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് അക്കൗണ്ടാണ് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ യൂട്യൂബിൻ്റെ കണ്ടൻറ് ID ജനറേറ്റ് ചെയ്യാൻ പറ്റും ബൂസ്റ്റ് വേർഷനിൽ. അപ്പം 15% ഫീ അവർക്ക് കൊടുക്കേണ്ടി വരും ബൂസ്റ്റ് വേർഷനിലാണെങ്കിൽ. പ്രോ വേർഷനിലാണെങ്കിൽ അതും ഫ്രീ ആണ്. നമുക്ക് കണ്ടൻറ് IDയും കിട്ടും. റോയാലിറ്റി സ്പ്ലിറ്റ് ഇല്ല. നമുക്ക് 100% റോയാലിറ്റിയും കീപ്പ് ചെയ്യാൻ പറ്റും. ഫീസൊന്നും എക്സ്ട്രാ കൊടുക്കണ്ട. പിന്നെ 24 hours ഇവരുടെ ടെക് സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. നമുക്ക് കസ്റ്റം ആയിട്ടുള്ള ലേബൽ നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രോ വേർഷൻ വേണം. അതുപോലെ മൾട്ടിപ്പിൾ ആർട്ടിസ്റ്റ് പ്രൊഫൈൽ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോ വേർഷൻ വേണം. നമ്മൾ റെക്കോർഡ് ലേബലായിട്ടൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രോ വേർഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബൂസ്റ്റ് വേർഷനിൽ നമുക്ക് ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അതിൻ്റെതായ റേറ്റ് കൂടുതലുണ്ട്. ഒരു $59.99 ആണ്. 59.99 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കൺവേർഷൻ വെച്ചിട്ട് 4412 INR ആണ്. അപ്പോൾ നമുക്കത് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാം. പിന്നെ ഈ അമ്യൂസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം നമ്മുടെ ട്രാക്ക് വേവ് ഫയലായിട്ട് നമ്മുടെ ഫോണിലുണ്ട്, അതിൻ്റെ ആൽബമായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വെച്ച് തന്നെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. നോർമലി എല്ലാ പ്ലാറ്റ്ഫോംസും ഇപ്പോൾ ഡിസ്ട്രോക്കിഡ് ആണെങ്കിലും CD ബേബി ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് വേണം എപ്പോഴും. എന്നാലേ നമുക്കത് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രോപ്പറായിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അമ്യൂസ് നമുക്ക് തരുന്നുണ്ട്. ആദ്യം റിസീവ് ചെയ്തെന്നുള്ളത് നമുക്കൊരു ഗ്രീൻ കത്തും. അത് കഴിഞ്ഞ് അപ്രൂവ്ഡ് ആയെങ്കിൽ അത് കാണിക്കും. അതെല്ലാം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നമ്മൾ സബ്മിറ്റ് ചെയ്ത മ്യൂസിക്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ആൽബമായിട്ടിലോ എന്തെങ്കിലും ഇഷ്യൂ അവർ പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ അടുത്ത റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്നതാണ്. ഇത് പെയ്ഡ് വേർഷൻ്റെ ആണ്. പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുക. ഫ്രീ വേർഷൻ ആണെങ്കിൽ അത്രയും കൂടെ ലേറ്റ് ആയിട്ടേ നമുക്ക് അവിടെ നിന്ന് റെസ്പോൺസ് കിട്ടുള്ളൂ. അതുപോലെ ആൽബം ആർട്ടിൽ നമുക്ക് ഇത്ര സൈസ് വേണമെന്നുണ്ട്. അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കുക.
അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ആൽബം ആർട്ടിൻ്റെ സൈസൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തെന്നുണ്ടെങ്കിലും ഒക്കെ പ്രശ്നമാണ്. നമ്മൾ ആവശ്യമുള്ള ടെക്സ്റ്റോ അല്ലെങ്കിൽ ഡിസൈനിൻ്റെ ഭാഗമായോ മാത്രമേ നമുക്ക് അതിനകത്ത് പല കാര്യങ്ങളും എഴുതാൻ പറ്റുള്ളൂ. മറ്റേ സോഷ്യൽ മീഡിയ ഫോട്ടോസ് ഐക്കൺസ് ഒന്നും നമുക്ക് അതിനകത്ത് ആൽബം ആർട്ടിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ കണ്ടൻറ് ഐ ഡി കിട്ടുന്നതുകൊണ്ടുള്ള നമുക്ക് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ് ഐ ഡി വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും നമ്മുടെയാണ് ട്രാക്ക്. ഇപ്പം നമുക്കൊരു കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻലി ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്, ആമസോൺ മ്യൂസിക് ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ യൂട്യൂബ് മ്യൂസിക് ഉപയോഗിക്കുന്നവരും ഉണ്ടാവാം. യൂട്യൂബിൻ്റെ പ്രീമിയം എടുത്തവർക്ക് യൂട്യൂബ് മ്യൂസിക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പ്ലാറ്റ്ഫോം മതി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ളത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സ്റ്റോറി ഇടുമ്പോഴോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ സ്റ്റോറീസിലും പോസ്റ്റിലും ഒക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ മ്യൂസിക്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ സ്റ്റോറീസിലും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ട്രാക്സ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ ഇത് നമ്മൾ വൺസ് പേ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്സ് ഒന്നും അതിനകത്ത് നിൽക്കണമെന്നില്ല. സബ്സ്ക്രിപ്ഷൻ നിർത്തുന്ന സമയത്ത് നമ്മുടെ ട്രാക്സും ചിലപ്പം സെർവറിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നോക്കുക. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന പ്ലാൻ ബൂസ്റ്റാണ്. അത് 1500 ആണ്. അത് ഇടയ്ക്കൊരു ഓഫറിൽ 1000 ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ ഇയർലി ആണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇയർലി ഒരു എമൗണ്ട് അടച്ചുകൊണ്ടിരുന്നാൽ മതി, നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്ത് റിലീസും ചെയ്യാം. അപ്പോൾ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റ് ഒന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. അതുപോലെ ലൂപ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിച്ചാണ് നിങ്ങളൊരു മ്യൂസിക് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ കണ്ടൻറ് ആയിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. കാര്യം ക്ലെയിം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരേ കണ്ടൻറ് തന്നെ 2 പേര് മോണിറ്റൈസ് ചെയ്യുമ്പം അതിൽ ക്ലാഷ് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്ക് 100% നിങ്ങളുടെ റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് അപ്ലോഡ് ചെയ്യാവുള്ളൂ. മറ്റാരുടെയും പാട്ടൊന്നും എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.